നമസ്കാരം. മൂന്നാം വട്ടവും അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കടുത്ത മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങി CPM. പാർട്ടിയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന 2 ടേം വ്യവസ്ഥ ഇത്തവണ കർശനമായി നടപ്പാക്കില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വിജയം മാത്രം മാനദണ്ഡമാക്കി 2 തവണ കഴിഞ്ഞവരെയും മത്സരരംഗത്ത് നിലനിർത്താനാണ് പാർട്ടി ആലോചിക്കുന്നത്. 75 വയസ്സ് കഴിഞ്ഞവരെ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറ്റണമെന്ന വ്യവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ നടപ്പാക്കില്ല. പിണറായി അല്ലാതെ മറ്റാരെ എന്ന ചോദ്യം പാർട്ടി സെക്രട്ടറി തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ ധർമ്മടത്ത് അദ്ദേഹം തന്നെ ജനവിധി തേടും. മുഖ്യമന്ത്രിക്ക് പുറമെ ശിവൻകുട്ടി, വീണ ജോർജ്, OR കേളു തുടങ്ങിയ മന്ത്രിമാരും വീണ്ടും മത്സരരംഗത്തുണ്ടാകും. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രന് ഇളവ് ലഭിച്ചേക്കില്ല. അദ്ദേഹത്തിന് പകരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ കഴക്കൂട്ടത്ത് പരീക്ഷിച്ചേക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ലെന്നാണ് വിവരം. ഗോവിന്ദൻ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാറിനെ ഇറക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിന് പകരം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറി P ശശിയുടെ പേരും സജീവമായി പരിഗണിക്കുന്നു. MV ജയരാജൻ, P ജയരാജൻ എന്നിവരും കണ്ണൂരിൽ നിന്ന് കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം മുഖ്യമന്ത്രിയാകാനില്ലെന്ന് പിണറായി പറഞ്ഞാൽ ഗോവിന്ദൻ മുഖ്യമന്ത്രിയാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. കടുത്ത മത്സരം നേരിടുന്ന 40ഓളം മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാരെ മാറ്റാനോ മണ്ഡലം മാറ്റാനോ ആണ് പാർട്ടി നീക്കം. പേരാമ്പ്രയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായാൽ പ്രതിരോധിക്കാൻ LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ രംഗത്തിറങ്ങും. രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസിന് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യവും സജീവ പരിഗണനയിലുണ്ട്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ടെങ്കിലും അവർക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർ മാറണമെന്ന കർശന വ്യവസ്ഥ ഇത്തവണ പല പ്രമുഖർക്കും ബാധകമായേക്കില്ല. BJPയുടെ ഏക അക്കൗണ്ട് പൂട്ടിച്ച നിയമം നിലനിർത്താൻ മന്ത്രി V ശിവൻകുട്ടിയെ തന്നെ വീണ്ടും നിയോഗിക്കും. പത്തനംതിട്ടയിൽ നിന്ന് വീണ ജോർജും വയനാട്ടിൽ നിന്ന് OR കേളും വീണ്ടും ജനവിധി തേടും. ഇവർക്ക് പുറമെ കോതമംഗലത്ത് ആന്റണി ജോൺ, ഇരവിപുരത്ത് M നൌഷാദ്, വാമനപുരത്ത് GK മുരളി, കാട്ടാക്കടയിൽ IB സതീഷ് എന്നിവർക്കും 2 ടേം വ്യവസ്ഥയിൽ പ്രത്യേക ഇളവ് നൽകി മത്സരിപ്പിക്കാനാണ് ധാരണ. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ അഴിച്ചുപണിയാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല വിവാദങ്ങളുടെ നിഴലിലുള്ള കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് നിന്ന് മാറ്റി നിർത്തിയേക്കും. പകരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ കഴക്കൂട്ടത്ത് മാറ്റി പരീക്ഷിക്കാനാണ് ആലോചന. യൂത്ത് ഐക്കൺ എന്ന പ്രതിച്ഛായ വോട്ടായി മാറുമെന്നാണ് കണക്കൂട്ടൽ. വർക്കലയിൽ ജില്ലാ സെക്രട്ടറി V ജോയ്ക്ക് തന്നെയാവും നറുക്ക് വീഴുക. വിജയമുറപ്പിക്കാൻ സിറ്റിംഗ് MLA-മാരെ മണ്ഡലം മാറ്റുന്നതും പൊതു സ്വതന്ത്രരെ രംഗത്തിറക്കുന്നതും അടക്കമുള്ള പരീക്ഷണങ്ങൾ ഇത്തവണ പതിവിലും കൂടുതലായി ഉണ്ടാകും. BJP തങ്ങളുടെ ഏക അക്കൗണ്ട് തുറന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കളത്തിലിറക്കുമ്പോൾ മറുഭാഗത്ത് സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ V ശിവൻകുട്ടിയെ തന്നെ അണിനിരത്തി പ്രതിരോധം തീർക്കാനാണ് CPM-ന്റെ തീരുമാനം. പക്ഷേ ശിവൻകുട്ടിക്ക് നിയമത്തോട് താല്പര്യക്കുറവായിരുന്നു. അതിനിടെ പ്രസ്താവന വിവാദമായതോടെ അതിൽ തീർത്തുമായി ശിവൻകുട്ടി രംഗത്ത് വരികയും ചെയ്തു. താൻ മത്സരിക്കില്ലെന്നോ മത്സരിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. അതെല്ലാം പാർട്ടി തീരുമാനിക്കുന്നതായിരുന്നു ശിവൻകുട്ടി പിന്നീട് പ്രസ്താവന തിരുത്തി പറഞ്ഞത്. നിയമത്ത് മത്സരിക്കാനില്ലെങ്കിലും അന്തിമ തീരുമാനം ഇടതുമുന്നണിയുടേതും പാർട്ടിയുടേതായിരിക്കുമെന്നും ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു താൻ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന സൂചന അദ്ദേഹം നൽകിയത്. നിയമത്ത് മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ശിവൻകുട്ടി പാർട്ടി തീരുമാനം എന്താണോ അതനുസരിക്കുമെന്നും വ്യക്തമാക്കി. ഇടതുമുന്നണിയായിരിക്കും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമെടുക്കുക. പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് തൻ്റെ തീരുമാനമെന്നും V ശിവൻകുട്ടി പറഞ്ഞു.